അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പ്രൊമോ സോങ് ചെയ്തു. അപ്പോൾ അതിൽ കേരളത്തിലെ ചില പ്രശസ്തരായുള്ള എല്ലാ യൂട്യൂബേഴ്സ് എല്ലാ ആൾക്കാരും ഉണ്ട്. പുതുമനായി ഉണ്ടായിരുന്നു, അത് വേറെ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഇതിലിപ്പോൾ റിയ ഉണ്ട്, പെരേര ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്, വിഷ്ണു ഉണ്ട്, വിഷ്ണു കൊച്ചിക്കാരനുണ്ട്. പിന്നെ നമുക്ക് വിഷ്ണുവിന് എന്താ പറയാനുള്ളത് കേൾക്കാം. പറയാനായിട്ട് എന്ന് വെച്ചാൽ പെരേര റിയ എന്നും കൂടി ഇപ്പോൾ കുറേ നാളെ വീഡിയോസ് ചെയ്തിട്ട് ഇപ്പൊ നല്ലൊരു വർക്ക് വന്നപ്പോൾ അവര് വീണ്ടും ഒന്നിക്കാണ്. മിണ്ടാണ്ടിക്ക് പോട്ടെ. അപ്പൊ ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വീണ്ടും ഒരു ഷോർട്ട് ഫിലിമിൽ ഒന്നിക്കാണ്. അപ്പൊ അതിന് എനിക്കും ചെറിയൊരു അവസരം കിട്ടി. അലൻ ജോസ് പെരേര വഴി വിനീതേട്ടൻ വഴി വലിയൊരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഭാഗമായിരിക്കും. കാലുപിടിക്കണം. അപ്പൊ ആ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ആണത്തം പണയം വെച്ചിട്ടുള്ള കളിക്കൊന്നും നിൽക്കാറില്ല. ഒരു സീൻ തന്ന് താങ്ക് യു, അത്രേ ഉള്ളു. കാല് പിടിക്കണത് അഭിലാഷ് വേറെ ആൾക്കാരൊക്കെ ഇരിക്കും. നമസ്കാരം. ഓക്കെ. അപ്പൊ ഓക്കെ പെരേര, താങ്ക് യു. ഓക്കെ, ഞാൻ പറയട്ടെ. അപ്പൊ ജംഗിൾ സുന്ദരി എന്ന് പറഞ്ഞൊരു പുതിയൊരു ഷോർട്ട് ഫിലിമിന് മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്നൊരു പ്രൊമോ സോങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബാക്കി ഷോർട്ട് ഫിലിം ഈ മാസം ഈ വരുന്ന മാസം മെയ്യിൽ ലാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് വിദേശത്ത് പോകാനുണ്ട്. കാരണം ദുബായിൽ 8-ാം തീയതി പോകണം, ഫ്ലൈറ്റിൽ പോകണം. അപ്പോൾ പറക്കാൻ വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് പറന്നിറങ്ങിയിട്ട് ബാക്കി ഉണ്ടാവും. ദുബായി പോയിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് നമ്മളെ കുറ്റം പറയുന്ന ഇതിന്റെ പ്രൊമോ വീഡിയോ ഇപ്പൊ അലൻ ജോസ് പെരേരയെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ചേതോവികാരം എന്താണ്? ചേതോവികാരമൊന്നുമില്ല. ഇത് അവന് പറ്റിയൊരു ക്യാരക്ടറാണ്. കാരണം അവനെ ബേസ് ചെയ്തുള്ള ക്യാരക്ടറാണ്. ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ, ബ്രൈറ്റ് എപ്പോഴും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ബ്രൈറ്റ് ക്യാമറ കുഞ്ഞ് വരാറില്ല, പേടിച്ചിട്ട് പലപ്പോഴും. പേടിച്ചിട്ടൊന്നുമല്ല, അവനാണാണ്. അപ്പൊ അവന് പണ്ടത്തെ വിഷയങ്ങളൊന്നും പറയുന്നില്ല. നമ്മള് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാള് നമ്മുടെ കൂടെ മുന്നിലേക്ക് വന്നേക്കാണ്. അതിനെ കുറിച്ച് 2 വാക്ക്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങൾ ബ്ലഡി നൈറ്റ്, അതാണ് ഫസ്റ്റ് ഞാൻ അസോസിയേറ്റ് ചെയ്ത് വിനീതേട്ടൻ ഡയറക്ഷൻ ചെയ്ത, ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത വർക്കായിരുന്നു. ആറാട്ടൻ അലൻ ജോസ് പെരേര ഉണ്ടായിരുന്ന വർക്കാണ്. അത് ഇച്ചിരി ലാഗ് വന്നപ്പോഴാണ് അലിയേട്ടൻ്റെ വേണാൻസി വന്നത്. അതെ, അതിൻ്റെ അകത്ത് ഈ ബ്ലഡി നൈറ്റിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പെരേരയോടൊപ്പം. പിന്നെ എൻ്റെ അത് വിനീതേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അലിയേട്ടൻ്റെ അകത്ത് മുഖത്ത് കരിയൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലൻ ജോസ് പെരേരയുടെ ഫസ്റ്റ് നിർമ്മാണം. ഒരുപാട് സന്തോഷം. പ്രൊഡക്ഷൻ അലൻ ജോസ് ആണ്. അതെ, അത് ഒരുപാട് സന്തോഷം. ഒരു 50,000 മുടക്ക് വരും ചിലവ്. അത് ചിലപ്പോൾ അതിൽ കൂടുതൽ വരും. ഷോർട്ട് ഫിലിം തിന്നിട്ടില്ലല്ലോ. അത് ഒരുപാട് സന്തോഷം. ഞങ്ങള് അതിശയിച്ചു പോയൊരു കാര്യം വെച്ചാൽ ഈ പുള്ളിയുടെ ഒരു ലൊക്കേഷൻ പുള്ളിയാണ് പൈസ മുടക്കിയത്. അപ്പൊ പുള്ളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു, മട്ടൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് പുള്ളി തന്നേക്കണത്. വൈകുന്നേരം ഒരാൾക്ക് 3 കടിയും ചായയും. ഇപ്പൊ രാത്രിത്തെ ഫുഡ് മേടിച്ച് തരുന്ന പറഞ്ഞേക്കണം. 4 ചപ്പാത്തി. ഒരു ലൊക്കേഷനിൽ കിട്ടാത്ത ഫുഡാണ് അലൻ ജോസ് പെരേര മേടിച്ച് തന്നേക്കണത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. മുമ്പിലേക്ക് വരൂ, 2 വാക്ക് പറ. എന്തായാലും പറയ്. ഇതാണ് പ്രശ്നം. ഇതാണ് 2 വാക്ക് പറഞ്ഞാൽ മതി. എന്തായാലും മറ്റേതൊക്കെ മറക്കുക, ഈ വർക്ക് ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ മതി. പണ്ടൊക്കെ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മള് അത് പറഞ്ഞ അങ്ങനെ പറഞ്ഞ പണ്ടത്തെ വിഷയങ്ങൾ അതൊന്നും പറയണ്ട. ഇപ്പോഴത്തെ ഈ വിശേഷം, പുതിയ വിശേഷം പറ. ഡയറക്ടർ വിനീത് എനിക്കൊരു നല്ലൊരു അവസരമാണ് തന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്ന് നല്ല ചിരിക്കാനും കാണാനും നല്ല ജംഗിൾ സുന്ദരി. അതിലെന്താ ചെയ്യുന്ന ക്യാരക്ടർ? അത് സസ്പെൻസ്. അത് എന്തിനാ ഇപ്പം പറയുന്നത്? സസ്പെൻസ് അല്ലേ? സസ്പെൻസ് എന്ന് പറ. അത് സസ്പെൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ഡേറ്റ് ഇല്ലാട്ട് ഞാൻ ഈ വർക്ക് ചെയ്ത കാരണം എനിക്ക് ലൊക്കേഷനെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ജംഗിൾ സുന്ദരി കേട്ടോ, ജംഗിൾ സുന്ദരി കാണാൻ താല്പര്യമുള്ളവർ കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. പറയാനുള്ളത് കാഴ്ചയിലാക്കുക. അപ്പോൾ ഓക്കെ.